എല്ലാവർക്കും MG മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയും 24-ാം തീയതിക്ക് ശേഷം ലൈവ് നിർത്തുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോമോൾ സാനു 46 വയസ്സ് പെട്ടെന്നുണ്ടായ നിര്യാണത്തെ തുടർന്ന് ആണ് ഞാൻ ഈ ലൈവ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്. ഇന്നലെ ജോമോളുടെ ഫ്യൂണറലൊക്കെയായിരുന്നു. എല്ലാം നല്ല രീതിയിൽ നല്ലൊരു യാത്രയപ്പ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. വീണ്ടും ഇന്നു മുതൽ ഞാൻ പതിവ് പോലെ മെസ്സേജസുകളും ലൈവും ഒക്കെ തുടരുന്നതാണ്. ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ്, മെഡിക്ലെയിം പോളിസി എന്ന് പറയും. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ മനുഷ്യർ വളരെ കൂടുതലായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പെട്ടെന്നൊരു ആശുപത്രിയിൽ കയറിയാൽ എപ്പോഴും അവർ പറയുന്ന 1 ലക്ഷം രൂപ അടയ്ക്ക്, 2 ലക്ഷം രൂപ അടയ്ക്കണം, 5 ലക്ഷം രൂപ അടയ്ക്കണം എന്നൊക്കെ. ഈ പൈസയും കരുതിക്കൊണ്ടൊന്നുമല്ല നമ്മളാരും ആശുപത്രിയിലേക്ക് പോകുന്നത്. പെട്ടെന്നൊരു പ്രയാസമുണ്ടായ ഒരാളെ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം എങ്ങനെയും ആടെ ജീവൻ രക്ഷിക്കണം, ജീവൻ നിലനിർത്തണം എന്നാണ്. അപ്പോൾ ആരും ഈ പൈസ ലക്ഷങ്ങളോ കോടികളോ ഒന്നും കരുതിക്കൊണ്ടായിരിക്കില്ല നമ്മൾ ആശുപത്രികളിലേക്ക് ഓടുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും സഹായകരം ആകുന്ന ഒരു സംഭവമാണ് ഈ മെഡിക്ലെയിം പോളിസി അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയും. അത് ഒരിക്കലും ഞാനൊരു ഇന്ന കമ്പനിയുടെ ഇൻഷുറൻസ് നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിരവധി കമ്പനികൾ ക്യാഷ്ലെസ് പോളിസികളാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. എത്ര തന്നെ ക്യാഷ്ലെസ് ഓഫറുകൾ വന്നാലും 1 ലക്ഷം രൂപ ബില്ലായാൽ കുറഞ്ഞ പക്ഷം ഒരു 10,000 രൂപയെങ്കിലും നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് പല ഇൻഷുറൻസുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴൊക്കെ മനസ്സിലാകുന്നത്. എന്നിരുന്നാലും 90,000 രൂപ നമുക്ക് ഇൻഷുറൻസ് പേ ചെയ്യും എന്ന് വരികിൽ ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യരും ഈ മെഡിക്ലെയിം പോളിസി അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ്. ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം. ഇൻഷുറൻസിൽ നമ്മൾ എടുക്കുമ്പോൾ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടുന്ന വ്യത്യസ്തങ്ങളായ രീതികളുണ്ട്. നമ്മളത് പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇൻഷുറൻസ് എടുക്കാവൂ. ഒരു വ്യക്തിക്ക് നമ്മുടെ സാമ്പത്തിക ഭദ്രതയുടെ അനുസരിച്ച് ഇൻഷുറൻസിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അത്തരത്തിൽ നമ്മൾ വേണം പഠിച്ചതിന് ശേഷം മാത്രമേ ഏത് കമ്പനിയാണ് കൂടുതൽ ബെനിഫിറ്റ്സ് തരുന്നത്, ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് അവരുടെ ഇൻഷുറൻസ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാവൂ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ചില കമ്പനികൾ പറയും നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ ബെഡ് ചാർജ് 1000 രൂപയെ തരത്തുള്ളൂ. ചിലർ പറയും മെഡിസിൻ മേടിക്കാൻ ഒരു ദിവസം 500 രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം തരാൻ പറ്റുന്നത്. അങ്ങനെ വിവിധങ്ങളായ രീതികൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. കൂടുതൽ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതിനെ പഠിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ ആൾക്കാരും കുറഞ്ഞ പക്ഷേ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ നേരിട്ടങ്ങ് അവരെ വേണ്ട പ്രഥമ ശുശ്രൂഷ കൊടുത്ത് അങ്ങ് തുടങ്ങുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ പറയും നിങ്ങളിപ്പോൾ തന്നെ അത്യാവശ്യമായിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം, 5 ലക്ഷം കെട്ടണം, അല്ലെങ്കിൽ 2 ലക്ഷം കെട്ടണം, 1 ലക്ഷം കെട്ടണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ പെട്ടെന്നൊരു നമുക്കൊരു സാമ്പത്തിക ബാധ്യത നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് ആവശ്യമുള്ള ഇൻഷുറൻസ് നമ്മുടെ സാമ്പത്തിക പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കസ്റ്റമൈസ് ചെയ്ത് എടുത്ത് എല്ലാവരും ഈ ഇൻഷുറൻസ് മെഡിക്കൽ പോളിസി അവൈൽ ചെയ്യണം എന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർപ്പിക്കട്ടെ. സ്നേഹത്തോടെ നിർത്തട്ടെ. മോഹൻജി.